കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ എനിക്ക് നമ്മുടെ എഡ്യൂപോർട്ട് കൂടെ +2 ഒക്കെ പഠിച്ച് ഇപ്പം കേരളത്തിലെയും ഇന്ത്യയിലെയും മികച്ച യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരുപാട് ടോപ്പേഴ്സുമായിട്ട് വാട്സപ്പിലൊക്കെ സംസാരിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് സംസാരിച്ച് എനിക്ക് മനസ്സിലായ കാര്യം, അവർ ടോപ്പർ ആവാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ പോലെ നിങ്ങൾക്ക് ടോപ്പർ ആവാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്കൂളും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ടോപ്പർ ആവാൻ, ടോപ്പേഴ്സിൻ്റെ കാറ്റഗറിയിൽ എത്താൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അത് ഡിസ്കസ് ചെയ്യാണ്. ഇറ്റ്സ് മീ നാഫി. വെൽക്കം ടു എഡ്യൂപോർട്ട് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. അപ്പോൾ നിങ്ങളൊരു ടോപ്പർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി, നിങ്ങൾ പഠിക്കാനായിട്ട് ഒരു ബെസ്റ്റ് ഹവർ നിങ്ങൾ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ ടോപ്പേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ പല ടൈമിലാണ് പഠിക്കുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയത്ത് പഠിച്ചാലായിരിക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ചില ആളുകൾ രാവിലെ പഠിക്കുന്നവരുണ്ടാകും, ചില ആളുകൾ രാത്രി പഠിക്കുന്നവരുണ്ടാകും, ചില ആളുകൾ അർദ്ധരാത്രി പഠിക്കുന്നവരുണ്ടാകും. സോ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്ന ടൈം, ആ ടൈം ഞാൻ പഠിച്ചാൽ എനിക്ക് നന്നായിട്ട് തലയിൽ കയറും, ആ ടൈം ഞാൻ പഠിച്ചാൽ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും, അങ്ങനെ ഒരു ടൈം എല്ലാവർക്കും ഉണ്ടാകും. അത് രാത്രിയാകാം, രാവിലെയാകാം, വൈകിട്ടാകാം, അർദ്ധരാത്രിയാകാം. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. അപ്പോൾ ആ ടൈം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു. എന്നിട്ട് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. അപ്പോൾ ആ ടൈം നിങ്ങൾ ചൂസ് ചെയ്യുന്നു, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ഇത് രണ്ടും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പേഴ്സിൻ്റെ കാര്യത്തിൽ എത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന സമയം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. കാരണം ഏത് സമയത്താണ് കൂടുതൽ കുട്ടികൾ പഠിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന അടിപൊളി സമയം ഏതാണോ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. രണ്ടാമതായിട്ട് ഫൈൻഡ് എ ലേണിംഗ് സ്റ്റൈൽ. അല്ലേ, നമുക്കറിയാം ഓരോരുത്തരും പഠിക്കുന്ന രീതി വ്യത്യസ്തമാണ്. ചില ആളുകൾ നടന്നുകൊണ്ട് പഠിക്കുന്നുണ്ട്, ചില ആളുകൾ ഇരുന്നു കൊണ്ട് പഠിക്കുന്നുണ്ട്, ചില ആളുകൾ വായിച്ച് പഠിക്കുന്നുണ്ട്, ചില ആളുകൾ കാണാതെ പഠിക്കുന്നുണ്ട്, ചില ആളുകൾ എഴുതി പഠിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ പാട്ട് കേട്ടായിരുന്നു പഠിച്ചത്. അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈലാണ്. നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ലേണിംഗ് സ്റ്റൈൽ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. ഏത് ലേണിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ പഠിച്ചാലാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുക, ആ ഒരു സ്റ്റൈൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കണ്ടെത്തുന്നു. എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ഇരുന്നും കിടന്നും നടന്നും പാട്ട് കേട്ടും അതേപോലെ തന്നെ വായിച്ചും എഴുതിയും ഒക്കെ ഒന്ന് പഠിച്ചു നോക്കുക. ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്നത് ആ ലേണിംഗ് സ്റ്റൈൽ നിങ്ങൾ കണ്ടെത്തുക. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്നത്. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. നമുക്കറിയാം, നിങ്ങളൊക്കെ ഏറ്റവും ലക്കി ആയിട്ടുള്ള ആളുകളാണ്. കാരണം നിങ്ങൾ അത്രയും ഭാഗ്യമുള്ള വേറെ ആരുമില്ല. കാരണം എന്താ വെച്ചാൽ, പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ AI അടക്കമുള്ള ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസർ കണ്ടെത്താം. അപ്പോൾ റിസോഴ്സസ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരുപാട് നിങ്ങൾക്ക് ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിന് ഗൈഡുകളുണ്ട്, മലയാളത്തിലുള്ള ഗൈഡുകളുണ്ട്, ഇംഗ്ലീഷിലുള്ള ഗൈഡുകളുണ്ട്, ഓൺലൈനായിട്ട് വീഡിയോസായിട്ട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അങ്ങനെ പല കാര്യവും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഉണ്ട്. ആ കിട്ടുന്ന റിസോഴ്സസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യാന്ന്. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസിൽ ഡൗട്ട് ഉണ്ട്, എക്കണോമിക്സിൽ ഡൗട്ട് ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസിൽ ഡൗട്ട് ഉണ്ട്, ഹിസ്റ്ററിയിൽ ഡൗട്ട് ഉണ്ട്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താണ് ആ സബ്ജക്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് നിങ്ങൾ ഓൺലൈനിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആൻസർ കിട്ടും. അപ്പോൾ റിസോഴ്സസ് നിങ്ങൾക്ക് മാക്സിമം ഉണ്ട്. ആ റിസോഴ്സസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മക്കളെ ഉറപ്പാടാ നിങ്ങൾ ടോപ്പേഴ്സിൻ്റെ കാറ്റഗറിയിൽ എത്തും. അടുത്തത് നെവർ സ്റ്റഡി ഇൻ സ്ട്രെസ്. അല്ലേ, നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് ഇടയ്ക്ക് സ്ട്രെസ് വരും. അത് മനുഷ്യ സഹജമാണ്. മനുഷ്യന്മാർക്ക് സ്ട്രെസ് വരിക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ആന കാര്യമൊന്നുമില്ല. അപ്പോൾ സ്ട്രെസ് ആയിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനുള്ള സമയത്ത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠിക്കരുത്. ആ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ മാറ്റിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്ട്രെസ് ഉണ്ട്. അപ്പോൾ പല ആളുകളും സ്ട്രെസ് മാറ്റുന്നത് പല രീതിയിലാണ്. ചില ആളുകൾ ഫുഡ് കഴിച്ച് സ്ട്രെസ് മാറ്റും, ചില ആളുകൾ സിനിമ കണ്ട് സ്ട്രെസ് മാറ്റും, ചില ആളുകൾ വല്ല കുന്നോ മലയോ അല്ലെങ്കിൽ ബീച്ചോ ഒക്കെ കണ്ട് എന്ത് ചെയ്യും, സ്ട്രെസ് മാറ്റും. ചില ആളുകൾ മറ്റാരോട് സംസാരിച്ച് അവരുടെ സ്ട്രെസ് മാറും. അപ്പോൾ സ്ട്രെസ് മാറ്റാനുള്ള രീതി നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. എന്നിട്ട് ഒരിക്കലും സ്ട്രെസ്സുള്ള സമയത്ത് പഠിക്കരുത്. നിങ്ങൾക്ക് സ്ട്രെസ്സോ ടെൻഷനോ ഉള്ള സമയത്ത് ഒരിക്കലും പഠിക്കാതിരിക്കുക. അത് മാറിയതിനു ശേഷം റിലാക്സ്ഡ് ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ സ്ട്രെസ്സുള്ള സമയത്ത് പഠിച്ചാൽ അതൊന്നും നമ്മുടെ തലയിൽ നിൽക്കില്ല. അതൊക്കെ പേരെ പല വഴിക്ക് എന്ത് ചെയ്യും പോകും. അപ്പോൾ നിങ്ങൾ സ്ട്രെസ് ഒഴിവാക്കി റിലാക്സ്ഡ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അടുത്തത് സെൽഫ് സ്റ്റഡി ഈസ് ദ കീ. നിങ്ങൾ എന്ത് ചെയ്യണം, ഒറ്റയ്ക്ക് പഠിക്കണം. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ബോധം വേണം. നിങ്ങളുടെ ഉള്ളിൽ എന്ത് വേണം, ഒരു ബോധം വേണം. അതായത് എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, എൻ്റെ കാര്യങ്ങൾ ഞാൻ മാത്രമേ ചെയ്യാനുണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഇപ്പോൾ ലൈഫിൽ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു സമയം വരും. ആ സമയത്ത് നമ്മൾ വിജയിച്ചവരുടെ കൂട്ടത്തിൽ എത്തണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ സെൽഫ് സ്റ്റഡി നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇപ്പോൾ നമ്മളെ ഇൻസിസ്റ്റ് ചെയ്യാൻ പാരൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്,
നമ്മളൊക്കെ മോട്ടിവേഷനും സ്റ്റഡി ഒക്കെ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് എന്ത്, എടാ പഠിക്കറ. പക്ഷെ ഒരു സമയത്ത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് നോക്കേണ്ട ഒരു സമയം വരും. അപ്പം അതിന് നമ്മൾ ട്രെയിൻഡ് ആവണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് എന്ത് വരേണ്ടത്, ഒരു ബോധം വരേണ്ടത്. ഞാൻ പഠിക്കും എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും, ടോപ്പർ ആവാൻ പറ്റും. അടുത്ത പ്രോപ്പർ പ്ലാനിങ് ആൻഡ് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ ആണ്. നിങ്ങൾ ഓരോ വീക്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. ഈ വീക്കിൽ മൺഡേ ഞാൻ എന്ത് പഠിക്കണം, ട്യൂസ്ഡേ ഞാൻ എന്ത് പഠിക്കണം, വെനസ്ഡേ ഏത് ടോപ്പിക്കാണ് ഞാൻ പഠിക്കേണ്ടത്, തേഴ്സ്ഡേ ഏത് ടോപ്പിക്കാണ് ഞാൻ പഠിക്കേണ്ടത്. ഓരോ വീക്കിലും ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു പ്ലാൻ നിങ്ങൾ ആദ്യമേ ഉണ്ടാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വീക്കിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഓരോ വീക്കിലും എന്തൊക്കെ പഠിക്കണം, ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം, ഈ ഒരു പ്ലാന് പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. അങ്ങനെ പ്രോപ്പർ പ്ലാനിങ് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ടോപ്പേഴ്സിൻ്റെ കാറ്റഗറിയിലെത്തും. അത് മാത്രമല്ല, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്യുക. നിങ്ങളിപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിലൊരു മെസ്സേജ് വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഫേസ്ബുക്കിലൊരു മെസ്സേജ് വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ സ്നാപ്പിൽ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾ സ്നാപ്പ് വന്നാലൊക്കെ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ആ വഴിക്ക് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെയാണ് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നെങ്കിൽ തൽക്കാലം ആ ഡിസ്ട്രാക്ഷൻ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. നിങ്ങൾ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം പഠിക്കേണ്ട സമയം നമ്മൾ പഠിക്കണം. എല്ലാത്തിനും ഓരോരോ സമയമുണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ ചില്ല് ചെയ്യണം, എല്ലാം വേണം. പക്ഷേ പഠിക്കാനുള്ള സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. അപ്പം ഡിസ്ട്രാക്ഷനെ അവോയ്ഡ് ചെയ്തിട്ട് ഓരോ കാര്യവും പ്ലാൻ ചെയ്ത് പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി പഠിച്ചാൽ മക്കളെ ഉറപ്പാണ് നിങ്ങൾക്കും ഒരു ടോപ്പർ ആവാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ, ബിലീവ് ഇൻ ഫെയിലിയേഴ്സിൽ. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് തെറ്റുകൾ വരാം, കുറ്റങ്ങൾ വരാം, തോൽവികൾ വരാം. ഇപ്പോൾ എക്സാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്രിസ്മസ് എക്സാമിന് മുമ്പ് നിങ്ങൾ സ്കൂളിൽ മിഡ് ടൈം എക്സാം നടക്കുന്നു. ബിസിനസ് സ്റ്റഡീസിൻ്റെ അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെ അല്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾ കഷ്ടപ്പെട്ട് 3 മണിക്കൂർ പഠിച്ചിട്ടും പിറ്റേന്ന് റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചൊരു മാർക്കില്ല, പകുതി മാർക്കോളൂ. നിങ്ങളൊരു 75% എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാടാ, പകുതിയാണ്. പക്ഷെ അതിൽ നിങ്ങൾ തളരരുതടാ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു കുറഞ്ഞ മാർക്ക് ഞാൻ അടുത്ത എക്സാമിന് കൂട്ടും എന്ന് നിങ്ങൾ നിങ്ങളുടെ ആൻസർ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുക. ഏതൊക്കെ ഭാഗത്താണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്, ഏതൊക്കെ ഭാഗത്താണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്, എന്തുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്. അങ്ങനെ കറക്റ്റ് നിങ്ങളുടെ ആൻസർ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ തെറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ തോൽവികൾ മനസ്സിലാക്കിയിട്ട് ആ തോൽവികൾ ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ആ തെറ്റുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ട് അടുത്ത എക്സാമിന് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ മക്കളെ ഉറപ്പാണ് നിങ്ങൾ ടോപ്പേഴ്സ് ലിസ്റ്റിലെത്തും. മനുഷ്യന്മാരാണ്, നമുക്ക് മിസ്റ്റേക്ക് വരുന്നത് ഉറപ്പാണ്. നമ്മൾ പല സമയം തോറ്റുപോകാം, പക്ഷേ അതിലൊന്നും തളരരുത്. ഓരോ തോൽവിയും ജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. നിങ്ങൾ തോമസ് ആൽവ എഡിസന്റെ കഥ കേട്ടിട്ടില്ലേ? ബൾബ് കണ്ടുപിടിച്ച അദ്ദേഹം 800ഓളം തവണ പരാജയപ്പെട്ടതിന് ശേഷമാണ് പിന്നെ ബൾബ് ഇന്നത്തെ കാണുന്ന രീതിയിലുള്ള ബൾബിന്റെ പ്രൈമറി അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള രൂപം കണ്ടെത്തിയത്. അപ്പോൾ ഒരുപാട് തവണ അദ്ദേഹം ബൾബ് കണ്ടെത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. പക്ഷെ ആ പരാജയത്തിലൊന്നും അദ്ദേഹം തളരാതെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ മുന്നോട്ടേക്ക് ഉദിച്ചിട്ടാണ് തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചത് അല്ലേ? അതേപോലെ തന്നെ നിങ്ങളും എന്ത് ചെയ്യുക, ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബാക്കിലായി പോകാം, ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റുകൾ വരാം, പക്ഷെ അതിലൊന്നും നിങ്ങൾ തളരരുത്. നിങ്ങൾക്ക് സെൽഫായിട്ടൊരു ബിലീവ് ഉണ്ടാകും. നിങ്ങളെ വിശ്വസിക്കുക. നിങ്ങളെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാടാ നിങ്ങളെ വിശ്വസിക്കുക? അപ്പം നിങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് പണിയെടുക്കുക, എന്നിട്ട് തയ്യാറാവുക, എന്നിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പാണ് മക്കളെ നിങ്ങൾ ടോപ്പേഴ്സിൻ്റെ കാറ്റഗറിയിലെത്തും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിൽ പല ആളുകൾക്കും ടോപ്പേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. സോ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ ആൻഡ് വൺസ് അഗെയിൻ ഐ എം ബൈ. അപ്പോൾ മക്കളെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചാനലാണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. സോ അവസാനമായിട്ട് പറയുകയാണ്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അതുവരേക്കും ബൈ.